നല്ല അസൽ പനീർ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. മോൾഡൊന്നും ഇല്ലാതെ തന്നെ സ്ക്വയർ ഷേപ്പിലുള്ള പനീറാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോണത്. ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിലും നല്ല ടേസ്റ്റി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് കണ്ടോ, ഇതിൻ്റെ ഒരു സോഫ്റ്റ്നെസ് എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ്. അപ്പോൾ നമ്മുടെ പനീർ ഉണ്ടാക്കാനായിട്ട് ഒരു സോസ് പാനിലേക്ക് 2 പാക്കറ്റ് പാലാണ് കേട്ടോ എടുക്കുന്നത്. 1 ലിറ്റർ പാലാണ്. പാലൊഴിച്ചതിന് ശേഷം നമുക്ക് തീ കത്തിച്ച് ഇളക്കി കൊടുക്കണേ. പാടൊന്നും കെട്ടാതെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പനീറിൻ്റെ റെസിപ്പി ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അടുത്ത് വന്നൊരു കമൻറ്റാണ്, പനീറിൻ്റെ റെസിപ്പി എത്ര ഉണ്ടാക്കിയിട്ട് പനീറിന് വല്ലാത്തൊരു ടേസ്റ്റ്, ആ ടേസ്റ്റ് ശരിയാകുന്നേ ഇല്ല, ഒരു റെസിപ്പി ചെയ്തു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ നമ്മളിന്ന് ഉണ്ടാക്കുന്ന പനീറിന് അങ്ങനത്തെ ഒരു രുചിയുമില്ല, നല്ല ടേസ്റ്റുള്ള പനീർ തന്നെയാണ്. അത് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് ഒരു ചെറുനാരങ്ങ നീര് ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഉണ്ടാവും. അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെക്കാം. നമുക്ക് ചെറുനാരങ്ങ നീര് ആസ് സച്ച് അങ്ങനെ തന്നെ ചേർക്കാം, പക്ഷേ നമ്മുടെ പനീർ കുറച്ച് കട്ടിയായിപ്പോൾ, അപ്പോൾ അതുകൊണ്ടാണ് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചേർക്കുന്നത്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലുള്ള ഒരു തുണിയും കൂടി അതിൻ്റെ മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പാല് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി എടുത്ത് വെക്കാം. നമ്മളിപ്പം സ്ക്വയർ ഷേപ്പിലുള്ള പനീറാണ് ഉണ്ടാക്കേണ്ടതെങ്കിൽ നമുക്ക് ഇതുപോലൊരു പ്ലേറ്റ് വെച്ച് കൊടുക്കാം. അതിലേക്ക് നടുക്കേക്ക് അതിനെ കഴിഞ്ഞും ചെറിയൊരു പ്ലേറ്റും കൂടെ വെച്ച് കമത്തി വെച്ചിട്ടുണ്ട്. സ്ക്വയർ ഷേപ്പിലാണെങ്കിൽ മാത്രം ഇതെടുത്തിരുന്നാൽ മതി. അപ്പം പാല് തിളച്ചിട്ടുണ്ട്. നമുക്ക് തീ കുറച്ച് അവിടെ വെക്കാം. തീ കുറച്ച് 5-10 മിനിറ്റ് ഒന്ന് വെച്ച് കുറച്ചൊന്ന് വറ്റിക്കാം. കാരണം നല്ല ഫാറ്റ് കണ്ടന്റ് ഉള്ള പാലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് കുറച്ചൊന്ന് വറ്റിച്ചിട്ട് എടുക്കുന്ന സമയത്ത് നമ്മുടെ പനീർ നല്ല സോഫ്റ്റായിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടും. നല്ല പനീറായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊന്ന് വറ്റിക്കുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ സിമ്മിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു കുറച്ചൊന്ന് വറ്റിയിട്ടുണ്ട്, അത് മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ വെള്ളമല്ലോ, ഡൈല്യൂട്ട് ചെയ്ത നാരങ്ങ വെള്ളം, അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് മുഴുവൻ ഒഴിക്കണം, പക്ഷെ മുഴുവൻ ഒരുമിച്ച് ഒഴിക്കേണ്ട, ഓരോ ടേബിൾ സ്പൂൺ ആയിട്ടങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിക്കുമ്പോൾ തന്നെ പതുക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കാരണം ഇത് നമ്മൾ പെട്ടെന്ന് അങ്ങ് പിരിഞ്ഞ് വരരുത്, പതുക്കെ വേണം പിരിഞ്ഞ് വരാനായിട്ട്. പെട്ടെന്ന് അങ്ങ് നാരങ്ങാനീര് അങ്ങനെ തന്നെ ഒഴിക്കുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് കട്ട കെട്ടി പച്ച കളർ വെള്ളം വേറെ സെപ്പറേറ്റ് ആയി നമ്മൾ ക്രീം ചീസൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെയ്യില്ലേ, അതുപോലെയാകും. പക്ഷെ അത് നമുക്ക് പനീർ സെറ്റ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ കുറച്ച് കട്ടിയായിരിക്കും, ഹാർഡായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. ചെറുനാരങ്ങ നീര് ഒഴിക്കുന്ന സമയത്തും തീ കുറച്ച് തന്നെ ഏറ്റവും സിമ്മിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. അടുത്ത ഒരു ടേബിൾ സ്പൂണും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ചെറുതായിട്ട് തെരിതരാന്ന് പിരിഞ്ഞ് വരുന്നത്. ഒരുമിച്ച് പെട്ടെന്ന് കട്ടയല്ലാതെ തെരിതരാന്ന് പിരിഞ്ഞ് വരുന്നത്, അതുപോലെ പിരിഞ്ഞ് വരണം. ഇപ്പോൾ തീരെ ചെറുനാരങ്ങയൊക്കെ ആണെങ്കിൽ 1.5 ചെറുനാരങ്ങയൊക്കെ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മളത് നോക്കി ആവശ്യത്തിനനുസരിച്ച് വേണമെങ്കിൽ എടുത്തിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ ഒഴിച്ചതിന് ശേഷം എന്നിട്ടും ശരിക്കും അങ്ങോട്ട് പിരിഞ്ഞ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചെറുനാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനിത് ബാക്കിയുള്ള ചെറുനാരങ്ങ നീര് മുഴുവനായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കണം. കണ്ട കുറേശ്ശെ പിരിഞ്ഞ് വരുന്നുണ്ട്. ആ പിരിഞ്ഞ് വരുന്ന കട്ടകളൊക്കെ സോഫ്റ്റ് ആയിട്ടാണുള്ളത്. അപ്പം ഇതുപോലെ പിരിഞ്ഞാൽ മതി. ഇനി വെക്കുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ കൂടി കട്ടയായിട്ട് വരിക ചെയ്യാം. അത് മതി. ഇനി വേവരുത്. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ഐസ് വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും ആ പാത്രം മുഴുവനായിട്ടങ്ങ് ഐസ് വാട്ടർ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 കപ്പിൽ എടുത്തിട്ട് ഒഴിക്കുകയാണ്. കാരണം ഇനി അത് വെന്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഐസ് വാട്ടർ ഒഴിക്കുന്നത്. അപ്പോൾ ആ ഒരു തീരെ തണുത്തും പോവില്ല, എന്നാൽ വെന്ത് പോവുകയില്ല. ഇനി നമുക്കത് അപ്പം തന്നെ അരിപ്പയിലേക്ക് അങ്ങ് അരിച്ചൊഴിക്കാം. ഇതിപ്പോൾ ശരിക്കും നമ്മൾ ക്രീം ചീസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും, പെട്ടെന്ന് തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ കളർ പച്ച കളറായിട്ടുണ്ടാവും, എന്നിട്ട് അതങ്ങ് പെട്ടെന്ന് അങ്ങ് വാർന്നു പോകുന്നതായിട്ട്. അങ്ങനെ പോവില്ല ഇത്, കാരണം ഇത് അത്രയും അങ്ങോട്ട് കട്ടിയായിട്ടില്ല. അതുകൊണ്ട് നമുക്ക് അടിയിലുള്ള വെള്ളം അങ്ങ് കളയാം. അതിനകത്ത് മുട്ടിയിരുന്ന വെള്ളം പോവില്ലല്ലോ. നമുക്ക് ഇതെല്ലാം കൂടെ അങ്ങ് കൂട്ടിപ്പിടിച്ച് അങ്ങ് പൊക്കിയിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ മതി. അപ്പോൾ വെള്ളം അങ്ങ് ഊർന്നങ്ങ് പൊക്കോളും. അപ്പോൾ അത് അത്യാവശ്യം വെള്ളം പോയിട്ടുണ്ട്, മുഴുവൻ പോയിട്ടില്ല. ഇനി നമുക്കിതൊന്ന് വാഷ് ചെയ്യണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ പനീറിനൊരു പുളിപ്പ് രസം ഉണ്ടാവും. നമ്മൾ ചെറുനാരങ്ങ നീര് ഒഴിച്ചതല്ലേ. നമുക്കിതിലേക്ക് വാഷ് ചെയ്യുന്ന സമയത്ത് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകേണ്ട, ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് വേണം കഴുകാനായിട്ട്. കാരണം തണുത്ത വെള്ളം ഒഴിക്കുമ്പോഴും ഈ പനീർ കട്ടിയായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അത് നമുക്ക് എത്ര വേണേലും ഒഴിച്ച് കഴുകാം. ഞാൻ 1 പ്രാവശ്യമേ കഴുകുന്നുള്ളൂ. അത് ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഇനി അത് പോകാനായിട്ട് നമുക്കെല്ലാം കൂടെ അങ്ങ് കൂട്ടിപ്പിടിച്ച് ഒന്ന് അതേപോലെ തന്നെ ഒന്ന് കുലുക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിത് പ്രസ് ചെയ്ത് വെള്ളം അങ്ങ് കുറച്ച് കളയാം. ഇപ്പം അത്യാവശ്യം കുറച്ച് വെള്ളമൊക്കെ പോയിട്ടുണ്ട്, എക്സസ് ആയിട്ടുള്ള അധികമായിട്ടുള്ള. ഇനിയും ഇതിനകത്ത് വെള്ളം ഉണ്ടാവും. ഇനി പണിയൊന്നുമില്ല. ഇനി നമുക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ പനീർ മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ കുറച്ച് വെയിറ്റ് വെച്ചിട്ട് അവിടെ വെച്ചിരുന്നാൽ മതി, ഒരു 2 മണിക്കൂറൊക്കെ. പക്ഷെ നമ്മളിതിപ്പോൾ സ്ക്വയർ ഷേപ്പിലല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനങ്ങ് നേരത്തെ നമ്മൾ മാറ്റി വെച്ച പ്ലേറ്റില്ലേ, അതിൻ്റെ മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുകയാണ്. ഇതുണ്ട്, ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ വേറെ തന്നെ ഒരു ടെക്സ്ചറാണ്. ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്ന മാവൊക്കെ കുഴച്ച പോലത്തെ ഒരു ടെക്സ്ചറാണ് ഉണ്ടാവുക.
ഒരു ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് അത് മതി. ഇനി നമുക്കതൊന്ന് ഷേപ്പാക്കി എടുക്കണം. അത് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് എല്ലായിടത്തോട്ടും കുറച്ച് ഒരുപാട് അങ്ങ് പരത്തണ്ട, ചെറുതായിട്ടൊന്ന് പരത്തി ഒന്ന് സ്ക്വയർ ഷേപ്പാക്കി കൊടുക്കാം. ഒരുപാട് അങ്ങ് നിരത്തി കഴിഞ്ഞാൽ നമ്മൾ വെയിറ്റും കൂടെ വെക്കുമ്പോൾ പിന്നെ ഒരുപാട് അങ്ങ് തിന്നായി പോകും. അപ്പം അത് സ്പൂൺ വെച്ച് ഒന്ന് നിരത്തി വെച്ചിട്ടുണ്ട്. നമുക്കൊരു പാലറ്റ് നൈഫ് ഉണ്ട്, പാലറ്റ് നൈഫ് എടുക്കാമില്ല എന്നുണ്ടെങ്കിൽ കത്തി ഉണ്ടെങ്കിൽ കത്തി എടുത്താൽ മതി. അത് വെച്ചൊന്ന് ലെവലാക്കി കൊടുക്കാം. 4 സൈഡും അങ്ങ് ലെവലാക്കുന്നുണ്ട്. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യണം കേട്ടോ. ഒരുപാട് തണുത്ത് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. അവിടെ പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെല്ലാം പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തിരുന്നാൽ മതി. നമുക്ക് ഒരു സൈഡിൽ നിന്ന് എടുത്ത് അങ്ങ് മടക്കി വെക്കാം. അപ്പുറത്തെ സൈഡിൽ നിന്നും എടുത്ത് അങ്ങ് മടക്കുന്നുണ്ട്. പിന്നെ ഈ തുണി എടുക്കുമ്പം ശ്രദ്ധിക്കണം, ഒരുപാട് വലിയ തുണി എടുക്കരുത്. അപ്പോൾ എല്ലാം കൂടെ മടക്കി വെച്ചിട്ട് ആ മടക്കിൻ്റെ അടയാളമൊക്കെ പനീറിൻ്റെ മേലെ വരും. അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു കറക്റ്റ് സൈസിൽ സ്ക്വയർ ഷേപ്പിൽ അങ്ങ് എടുത്തിരുന്നാൽ മതി. 4 സൈഡും മടക്കിയിട്ടുണ്ട്. ഒരു സ്ക്വയർ ഷേപ്പിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും വെയിറ്റ് എന്താണോ വെയിറ്റ് ഉള്ളത് വീട്ടിലുള്ളത് അത് വെക്കാം. ഒരുപാട് വെയിറ്റ് ആയി പോരുതെന്നുള്ളൂ. ഞാനിപ്പോൾ നമ്മുടെ ഇടികല്ലുണ്ടല്ലോ സ്റ്റീലിൻ്റെ, അത് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്, അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു ഇടികല്ലും കൂടെ ഉണ്ട്, അതും കൂടെ വെച്ച്. അപ്പോൾ 2 എണ്ണത്തിൻ്റെ ഒരു വെയിറ്റ് ഏകദേശം. അല്ലെങ്കിൽ നമ്മൾ പാല് തിളപ്പിച്ച പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് വെച്ചിരുന്നാലും മതി. അപ്പം ആ വെയിറ്റ് വെക്കുമ്പോഴത്തേക്കും അതിലുള്ള പിന്നെയുമുള്ള എക്സസ് ആയിട്ടുള്ള ആ വെള്ളമൊക്കെ അങ്ങ് ഊർന്ന് താഴത്തെ ആ പ്ലേറ്റിലേക്ക് അങ്ങ് പോകും. അതിന് വേണ്ടിയാണ് വലിയൊരു പ്ലേറ്റ് അടിയിൽ വെച്ച് മേലെ ചെറിയ പ്ലേറ്റ് വെച്ചത്. അത് നമുക്ക് ഒരു 1-2 മണിക്കൂർ അങ്ങ് വെക്കാം. ഒരുപാട് സമയം വെക്കേണ്ട, 2 മണിക്കൂറൊക്കെ മതിയാവും മാക്സിമം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതിനെ എടുക്കാം. നമ്മുടെ പനീർ റെഡി ആയിട്ടുണ്ട്. തുറന്ന് നോക്കാം. നമ്മുടെ പനീർ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇത് മതി. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിപ്പം ഒരുപാട് തിക്നെസ് ഇല്ല കേട്ടോ. കുറച്ചുകൂടെ കൂടുതൽ 2 ലിറ്റർ പാലൊക്കെ എടുത്ത് ഇതേ ഒരു വലുപ്പത്തിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല തിക്നെസ്സിൽ കിട്ടും. പക്ഷെ അപ്പോൾ ഞാനിപ്പോൾ വേറൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ്, അതിനധികം തിക്നെസ്സിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു തിക്നെസ്സിലാണ് എടുത്തത്. അതല്ലാന്നുണ്ടെങ്കിൽ അത്രയധികം അങ്ങോട്ട് പരത്താതെ തന്നെ ചെയ്തിരുന്നാലും മതി. അപ്പോൾ അതിൻ്റെ വെയിറ്റ് വരുന്നത് 150 ഗ്രാമാണ് കേട്ടോ. 1 ലിറ്റർ പാൽ കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ 150 ഗ്രാം നമുക്ക് പനീർ കിട്ടും. പിന്നെ പാലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരും. നമുക്ക് പനീർ ഒന്ന് സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പനീർ നമുക്കൊരു പീസ് എടുത്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഞെക്കുമ്പോൾ തന്നെ പിടിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. നമ്മൾ വളരെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനായിട്ട്. എന്ന് വെച്ചാൽ പെട്ടെന്ന് വെട്ടിപ്പോകുന്നില്ല, എന്നാലും നല്ല സോഫ്റ്റായിട്ട് റബ്ബർ പോലെയൊന്നുമല്ല. ചിലത് നമ്മൾ കറക്റ്റായിട്ട് ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ റബ്ബർ പോലെയായിപ്പോവും. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുത്തങ്ങ് മാറ്റി വെച്ച് കൊടുക്കാം. വെച്ച് നമുക്ക് എന്ത് റെസിപ്പി വേണമെങ്കിലും ചെയ്യാം കേട്ടോ. പനീർ പൊട്ടിപ്പോവോ ഉറപ്പായി പോവോ ഒന്നുമില്ല. പനീർ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരുപാട് സമയമായിട്ട് വേവിക്കരുത്, അപ്പോൾ കുറച്ചൊരു ഉറപ്പായി പോവും. അപ്പോൾ ഇത് വെച്ച് ഒരു റെസിപ്പി ചെയ്യുന്നുണ്ട്. അപ്പം എളുപ്പത്തിൽ 1 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അത് പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്ത് സോഫ്റ്റാണ്, നല്ല വെണ്ണ പോലെ ഇരിക്കുന്ന പനീർ. ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. നല്ല പതിഞ്ഞ് മുറിഞ്ഞു പോകുന്നുണ്ട്. അതിൻ്റെ ടെക്സ്ചറും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്കൊരു പനീർ ഉണ്ടാക്കാം. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. നല്ല അസൽ പനീർ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു പനീർ വെച്ച് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.